അപ്പോൾ ഇവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. കാര്യം അവിടെ ബോട്ടിങ്ങിന് നല്ല തിരക്കായിരുന്നു. ഓൾമോസ്റ്റ് 3 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും എന്താ വെച്ചാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ല വെയിലുമായിരുന്നു കേട്ടോ. പിന്നെ ആ കടലിൽ നിന്നുള്ള കാറ്റ്, തണുത്ത കാറ്റടിച്ചപ്പോൾ ആ ക്ഷീണമൊക്കെ ഇങ്ങ് പമ്പ കടന്നു തന്നെ പറയാം. അപ്പോൾ ഞാനും കിച്ചും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാര്യം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അത് മാത്രമല്ല ഞങ്ങൾ ഇതിന് മുമ്പ് വന്നപ്പോഴൊന്നും തിരുവള്ളൂർ സ്റ്റാച്യൂലേക്ക് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഡിസപ്പോയിൻറ്റ് ചെയ്തു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനും അവനും എന്താ വിചാരിച്ചാൽ അത് മൊത്തം ഗ്ലാസ് ആയിരിക്കും എന്നാണ്. പക്ഷെ അത് നടുക്കത്തെ ഒരു പോർഷൻ മാത്രമാണ് ഗ്ലാസ്. അങ്ങനെ ഒരു ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് കേട്ടോ. പിന്നെ തിരുവള്ളൂർ സ്റ്റാച്യൂൻ്റെ മുകളിൽ പോയിട്ടാണെങ്കിലുള്ള വ്യൂ ഉണ്ടല്ലോ, കടലൊക്കെ കാണാൻ എന്താ ഒരു ഭംഗിയെന്നറിയോ. അപ്പോൾ നമ്മൾ ഇത്രയും ക്യൂ നിന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഹെവൻ ആണെന്ന് തന്നെ പറയാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ക്യൂ നിന്നതിന് നമുക്ക് ഒരു വിഷമവും തോന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ക്യൂ നിൽക്കണം എന്നേ ഉള്ളൂ ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ. അപ്പോൾ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ഓടി വായും.